ഗായ്സ്, അപ്പോൾ നമ്മൾ സ്നാനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് ഇവിടെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാദേവിക്കുള്ള ഒരു ചെറിയൊരു ആരതിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഗംഗയിലേക്ക് നമ്മൾ ഒഴുക്കാൻ വേണ്ടി പോകണം. 20 രൂപയാണ് ഇതിന്. ഓക്കെ, ഒഴുക്കാം. ഗായ്സ്, അങ്ങനെ നമ്മളെ ഗംഗാ ആരതിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മേള നഗരി നമ്മൾ ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ടെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും കുംഭമേള നഗരിയിൽ. കുംഭമേള സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ സമയം തൊട്ട് തന്നെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് കിടക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഈ ഒരു കുംഭമേള നഗരിയിൽ ടെൻ്റ് അടിക്കുന്നതിന് നിലവിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് സേഫായിട്ട് തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ടെൻറ്റുകൾ അടിച്ച് ഇതുപോലുള്ള പാർപ്പിടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കി സെറ്റാക്കാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കുംഭമേള നഗരിയുടെ ലുക്ക് ആകപ്പാടെ അങ്ങ് മാറി. ഗൈസ്, അങ്ങനെ ഗംഗയിലെ സ്നാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഗംഗാ തീരത്തുള്ള ഈ ഒരു ഹട്ടിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്കൊരു ആഗ്രഹം, മറ്റേ നമ്മൾ ഇത് നെറ്റിലടിക്കൂലേ, അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ആഗ്രഹം. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട്? അതെ, കളർഫുൾ ആയിട്ടുണ്ട് ഇടപെടും കേട്ടോ എല്ലാം. നമുക്ക് ഇവിടെ നിന്ന് കളർ അടിക്കാം. ഗൂഗിൾ പേ ഹേനാ? ഓക്കെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. 51 അടിച്ചോ. അടിപൊളി. ചന്ദനാണ് ഭയ്യ? तभी तो माटी वाला नहीं। हाँ हाँ हाँ। चंदन समर्थ पूर्णम पवित्रम पापनाशनम। अरे वाह। नित्यम लक्ष्मी तिष्ठ सर्वदा। राम राम. ഇത് നല്ല മണമാണ്. നല്ല തണുപ്പുണ്ട്. ആ, നല്ല തണുപ്പ്. അപ്പോൾ നമുക്ക് ഇത് അടിച്ചു തന്നത് ഇവിടെ ഉള്ള ഈ പുള്ളിയാണ്. ഗൈസ്, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളും സാധനം അടിച്ചിട്ടുണ്ട്. ഇതൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹം അക്കംപ്ലിഷ്ഡ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് മേള നഗരി ചുറ്റി കാണും. ഇതുപോലുള്ള ചെറിയ ചെറിയ കിയോസ്കുകളുണ്ട് കേട്ടോ. അതായത് ഫീമെയിൽസൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറുന്നതിനൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പാടില്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹട്ടൊക്കെ ഉണ്ട്. ആ ഹട്ടിനകത്തൊക്കെ കയറി നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ മേള നഗരി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ലൊക്കേഷനാണല്ലോ. ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന റെയിൽവേ ക്രോസ്. ഇത് നമ്മുടെ ഹൈവേ. ഓക്കെ, ഈ ചെറിയ കാണുന്നത് മൊത്തം ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയ പാലങ്ങളാണ്. ഇത് ഈ ചെറുതല്ല. ഇവിടെ അങ്ങനെ നമ്മൾ നേരെ പ്രയാഗ്രാജിലെ സംഘം ലക്ഷ്യമാക്കി പോവുകയാണ്. ഓമ്പോ ഗൈസ്, നോക്കൂ ഗംഗയുടെ തീരം എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടെമ്പററി സെറ്റിൽമെൻറ്റ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തോരം പേര്, എത്ര ലക്ഷങ്ങൾ, എത്ര കോടിക്കണക്കിന് ആൾക്കാരായിരിക്കും ഇപ്പം ഇവിടെ ഈ മണ്ണിൽ വന്ന് ചവിട്ടി. എത്ര എനർജി ആയിരിക്കും, എത്ര ഫ്രീക്വൻസി ആയിരിക്കും മാറി മാറി പോയിട്ടുള്ളത്. ഇതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇത്രയും ആൾക്കാർ വന്നിട്ടും ഇത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ കണ്ടു. ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ. ഇതൊക്കെ ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ അടിപൊളിയാക്കി എല്ലാം സൂപ്പറാക്കിയിടും. അത് പറയാതിരിക്കാൻ വയ്യ. UP ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു അക്കംപ്ലിഷ്മെൻറ്റ് തന്നെയാണ് ഇത്. ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് അവർ അത് ക്ലീൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ പ്രോപ്പറായിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് അവർ എല്ലാം മാറ്റിയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി എന്തോ പറയാനുള്ളത് എനിക്ക്? ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്തോരം വേസ്റ്റ് ആണെന്ന് അറിയാം ഇവിടെ ജനറേറ്റ് ആവണേ. അത് അവർ സ്പോട്ടിൽ തന്നെ ക്ലീൻ ആക്കി കൊണ്ടുപോവാണ്. ആ ഒരു പരിപാടി സൂപ്പറായിട്ടുണ്ട് അല്ലേ? അതെന്തായാലും അടിപൊളി പരിപാടിയാണ്. അങ്ങനെ നമ്മളത് നടന്നു നമ്മൾ സംഘത്ത് അങ്ങ് അറ്റത്തേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് നൈറ്റ് വ്യൂ എടുക്കാനായിട്ട് പാലത്തിലേക്ക് കയറണം. എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ ഗൈസ്. ഈ വണ്ടി പോകുന്നില്ല, പോലീസ് വണ്ടി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അതെല്ലാം ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന പാലത്തിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഈ പാലം ഇവിടെ പൊക്കി നിർത്തിയേക്കുന്നതെന്ന്.
ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുണ്ട് ഇതുപോലുള്ള വലിയ ബാരലുകളിൽ കമ്പിയുടെ ഫ്രെയിം അടിച്ചിട്ട് ഇരുമ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടാണ് അവന്മാർ ഈ ഒരു പാല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ. മെറ്റൽ ഷീറ്റിനകത്ത് ഗംഗയിലെ ഒഴുക്ക് കണ്ടു നോക്ക് ഗൈസ്, എന്തോരം ഒഴുക്കാൻ നോക്ക്. അപ്പം ഇതിൻ്റെ ചുറ്റാകെയാണ് ഇത് നോക്ക്, ഇവിടെ മൊത്തം ഗംഗ ആരതി പിന്നെ സ്നാനങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഇത് നോക്ക്, അങ്ങോട്ടൊക്കെ നോക്കിക്കേ. ഇത് നമ്മുടെ ഹൈവേ ആണിത്, വാരണാസി ഹൈവേ ആണ്. പ്രയാഗ്രാജ് ടു വാരണാസി ഹൈവേയും റെയിൽവേ ക്രോസുമാണ് പാരലായിട്ട് കാണുന്നത്. സ്നാനങ്ങൾ നടക്കും നോക്കിക്കേ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി നമ്മൾ ഇറങ്ങി ഇനി വീണ്ടും ബാക്ക് ടു ഇതിനകത്തൂടെ കറങ്ങൽ, സംഘത്തിൻ്റെ ടിപ്പ് വരെ പോവാം. कैंपोर घाटों की पवित्रता बनाए रखें, कपड़े में जल्दी न धोएं, घाटों पर न छुएं. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയി. ഇവിടെ വന്നിരുന്നെങ്കിൽ ഗംഗ ആരതി നമുക്ക് കാണാമായിരുന്നു. अपने मोबाइल और सिस्टम का आपका है बिजली व्यवस्था को बनाए रखें. ഗൈസ് അങ്ങനെ നമ്മളവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് നടക്കുവാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ടെൻറ്റുകൾ, അതായത് ഈ മേള തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഈ മേള നഗരിയിൽ എത്ര വേണോ ടെൻ്റ് അടിക്കാമെന്നുള്ളത് ഇവിടുത്തെ മേള സംഘാടക സമിതി അവരങ്ങനെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ ടെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാം. ഫുഡ് ഇവിടെയുള്ള അഖാഡകളെന്ന് പറയും. ഈ അഖാഡകളെന്ന് പറയുമ്പോൾ ഈ സന്യാസി സമൂഹം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കുറച്ചധികം സന്യാസിമാർ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരുപാട് അഖാഡകളുണ്ട് ഇവിടെ. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടു നൈറ്റ് ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അഖാഡകളിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും, ഫ്രീ ഫുഡാണ്, 3 നേരം ഫുഡാണ്, 24 hours ഇവിടെ ഫുഡാണ്. നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ താമസം, ഇപ്പം നിങ്ങൾ ഒരു ടെൻറ്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻറ്റിൽ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഇവിടെ മേള നഗരിയിൽ ടെൻറ്റുകൾ കിട്ടും. ഒരു 2000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ബെഡ് ടെൻറ്റ് കിട്ടും. 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്കൊക്കെ ഉണ്ട്. അങ്ങനെ പല റേറ്റിൽ നമുക്ക് ടെൻറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതും അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാണിത്. ഒരുപാട് ടെൻറ്റുകൾ ഇവിടെ കാണാൻ പറ്റും നമുക്കിത്. എൻ്റെ ചുറ്റും കാണുന്നത് മുഴുവനും ടെൻറ്റുകളാണ്. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ ഗംഗയും മറു സൈഡിൽ നമ്മുടെ ടെൻറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ മേള നഗരിയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയോ, നമ്മളിപ്പോൾ നടക്കുന്നത് ഒരു നദിയുടെ മേളിൽ കൂടിയാണ്. അറിയോ, ഈ പോസ്റ്റ് വരെ ടെമ്പററിയാണ്, അറിയാവോ? കാരണം എന്താണെന്നറിയാമോ, ഇത് ആക്ച്വലി ഗംഗാ നദി ഒഴുകുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുമോ? ആ പാലം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. എവിടെ നിന്ന്? 1/2 കിലോമീറ്റർ ദൂരെ അവിടെ നിന്നാണ് ആ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി അവിടെ നിന്ന് മണലാണ്. അത് ആക്ച്വലി അതാണ് അതിന്റെ സത്യം. അതായത് മൺസൂണിൽ ഇവിടെ ഒക്കെ ഗംഗാ നദി കര കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണിത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മേളയ്ക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെമ്പററി മാൻമെയ്ഡ് ഐലൻഡാണിത്. അല്ലെങ്കിൽ ഒരു 1.5 മാസത്തേക്ക് വേണ്ടി മനുഷ്യർക്ക് വന്ന് താമസിച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് പൂജകളൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്ക് ഒരു ടെമ്പററി താൽക്കാലികമായി മനുഷ്യനിർമ്മിതമായ ഒരു നഗരമാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിയാണ്, മാൻമെയ്ഡ് ടെമ്പററി സിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റിക്ക് അകത്തുകൂടെയാണ് നമ്മൾ എന്താ പറയുക നടന്ന് സ്നാനം ചെയ്തതും പൂജ ചെയ്തതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. പിന്നെ ഒരുപാട് ഘട്ടുകളുണ്ട്, ഏകദേശം 10-23 ഘട്ടുകളോളം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതേ ഇവിടെ ക്യാമൽ സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഉണ്ട്. ആലോചിക്കും, ഇത് രസമാണ് നോക്കിയേ. ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ?
ഭജനയുണ്ട്, സെമിനാറുകളുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ചെല്ലുന്ന ടൈമിൽ അത് നടക്കുകയാണെങ്കിൽ. അപ്പോൾ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിങ്ങിലാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം കൂടത്തില്ലേ നമ്മൾ, അതുമാതിരിയുള്ള പ്രതീതി. ഫുള്ള് ലൈറ്റ്, ആൾക്കാർ, കച്ചവടക്കാർ, പല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരുണ്ട്, ഇവിടുത്തെ അക്കോമഡേഷനിൽ താമസിക്കുന്നവരുണ്ട്. അവർ പുറത്തുനിന്ന് അവർ തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് അതൊക്കെ കഴിച്ച്. പിന്നെ ഒരുപാട് കച്ചവടക്കാർ, പല പല സാധനങ്ങൾ, ഈ രുദ്രാക്ഷം മാതിരിയുള്ള സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് കുറേ, ഒരുപാട് കുങ്കുമങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. ഈ ഒരു മഹാകുംഭമേള എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഹ്യൂമൻ ഗ്യാതറിംഗ് ആണ് വേൾഡിലെ തന്നെ. ലോകത്തിലെ ഇത്രയും വലിയൊരു ഹ്യൂമൻ ഗ്യാതറിംഗ് വേറെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല വേറൊരു സ്ഥലത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്തോരം ആൾക്കാരാണ് ഇവിടെ വരുന്നത്, എന്തോരം നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ അവരുടെയൊക്കെ ലാംഗ്വേജ്, അവരുടെയൊക്കെ കൾച്ചർ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മഹാകുംഭമേള. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് കൂടിയും ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എല്ലാ പരിപാടിയും പക്ക. ഒരു ഇവന്റ് എങ്ങനെ കിഡിലാക്കാൻ പറ്റുമോ എല്ലാ ക്രൗഡ് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാം അടിപൊളി. 144 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ ഒരു കുംഭമേളയിൽ എത്തിപ്പെടാനും ഇതിൽ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയപ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു അനുഭവം, ഒരു ഭാഗ്യം കൂടിയാണിത് അല്ലേ? എവിടെ ഈ ഒരു യാത്രയിൽ എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. പക്ഷേ സംഭവം മേള നഗരിയിലെത്തി, ടിക്കറ്റ് കിട്ടി, ഇവിടെ എത്താൻ പറ്റി. അപ്പം എന്തുകൊണ്ടും സൂപ്പർ ഒരു പരിപാടി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും കൂടി നമുക്ക് കാണാം. ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാ പുഷ്പങ്ങളുടെയും നമ്മുടെ ചന്ദനത്തിരിയുടെയും ഒക്കെ സ്മെല്ലാണ് ഈ ഒരു അന്തരീക്ഷം മൊത്തം ഇങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ഫൈനലി നമ്മളത് ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, തിരക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര തിരക്ക്. ത്രിവേണി സംഗമമാണ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സ്ഥലം ഈ സ്നാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ സ്നാനം എടുക്കുന്നത് കുറച്ച് തിരക്ക് കുറഞ്ഞൊരു കാട്ട് നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു. അപ്പം ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമുക്ക് ആളെ കാണാതെ പോകും. അതുപോലെ തിരക്ക്. നമുക്കിനി അങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം അല്ലേ? ലെറ്റ്സ് ഗോ. കണ്ടമാനം തിരക്കാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിക്ക് കംപ്ലീറ്റ് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അതാണ് നമ്മുടെ 3 നദികൾ ഒരുമിക്കുന്ന ഗംഗയും യമുനയും സരസ്വതിയും കൂടെ ഒരുമിക്കുന്ന ആ ഒരു ത്രിവേണി സംഗമം എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് മഹാകുംഭമേളയിലെ നമ്മുടെ ആ ഒരു ഡിപ്പ്, അതായത് നമ്മുടെ കുളിയില്ലേ, ആ കുളി നടക്കുന്ന ആ ഒരു മെയിൻ സ്ഥലം ഇതാണ്. ഒരുപാട് പേര് ഇവിടെ കുളി കഴിഞ്ഞിട്ട് ഗംഗ ആരതിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ. അവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയ തട്ടത്തിൽ വിളക്ക് കത്തിച്ച് ഗംഗയിലേക്ക് പൂജ ചെയ്ത് ഗംഗയിലേക്ക് ഇറക്കി വിടുന്ന ഒരു ചെറിയൊരു ചടങ്ങ് ഇവിടെ കാണാൻ പറ്റും നമുക്കിവിടെ സൈഡിലായിട്ട്.